ഹായ്, ഗുഡ് ഈവനിങ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളം നടാട്ട്. ഞാൻ നിൽക്കുന്നത് ഞാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ കാണുന്നുണ്ടാവില്ല. അവിടെ കുറച്ച് പേരിങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ ഭീകരശില്പം ഇത് നമ്മുടെ വടക്കേ സ്റ്റാൻഡിലാണ്. വടക്കേ സ്റ്റാൻഡിൽ എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ, അതുപോലെ തന്നെ ഭയങ്കര തിരക്കാണ്. ഇതിൻ്റെ കാലുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. സിഗരറ്റിൻ്റെ കുറ്റി കൊണ്ട് കുറ്റി പകുതി കത്തിച്ച നിലയിലാണ് അതിൻ്റെ കാലുകൾ, നമ്മുടെ ചങ്ങലയ്ക്ക് ഇടുന്ന കാലുകൾ. ഇതിപ്പോൾ ഈ കാലുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ കുറ്റി കണ്ട, സിഗരറ്റ് വലിച്ചിട്ട് കുറച്ച് ഭാഗമായിട്ടുള്ള ഒരു ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അതെനിക്ക് വലിയ ഇംഗ്ലീഷ് പരിജ്ഞാനമില്ലാത്ത കാരണം കൂടുതലായിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. എന്തായാലും അത് കുട്ടികൾ, അതായത് ഭാവി തലമുറയെ കൂടുതലായിട്ട് ഒരു സിറിഞ്ച് ഒരു പുസ്തകത്തിൻ്റെ ഉള്ളിൽ കൂടി ഇഞ്ചക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ശില്പം ഡാവിഞ്ചി സുരേഷ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഇഞ്ചക്ഷൻ ഒരു പുസ്തകത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് അപ്പുറത്തേക്ക് എത്തി നിൽക്കുന്നത്. പ്രത്യേകം നമ്മൾ എടുത്തു പറയത്തക്ക ഒരു കാര്യം കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഇതിൻ്റെ വീലുകൾ, നമ്മുടെ വണ്ടികളുടെ വീൽ ഉപയോഗിച്ചിട്ടാണ് ഈ ശില്പം 40 അടിയോളം നീളമുള്ള ഈ ശില്പം. അതായത് എനിക്ക് നേരത്തെ പലപ്പോഴും പലരും പറയാത്ത ഒരു കാര്യം എനിക്ക് തോന്നിച്ചിട്ടുള്ളത്, ഇതൊരു നീരാളി, നമ്മൾ ഈ കടലിലും അല്ലെങ്കിൽ പുഴയിലും മറ്റുള്ള ജലാശയങ്ങളൊക്കെ കണ്ടുവരുന്ന നീരാളിയുടെ രൂപത്തിലാണ് ഈ പ്രതിമ അല്ലെങ്കിൽ ഈ ഒരു ശില്പം ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വലിയൊരു മെസ്സേജ് ഉണ്ടെന്നുള്ളതാണ്. കാലാകാലം എല്ലാ കാലത്തും അതിൻ്റേതായിട്ടുള്ള ആ ഒരു പ്രസക്തി എന്നും ഉണ്ടാവുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഒരു ചെറിയ കുട്ടി, സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടി പിന്നിലേക്ക് തിരിഞ്ഞു നിൽക്കുകയും ഒരു നിശ്ചല ദൃശ്യം കണക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. കാരണം തന്നെ ആ കുട്ടി പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ ഒരു ഭയാനകമായിട്ടുള്ള ഒരു ശില്പം അല്ലെങ്കിൽ ഈ ഒരു കരാളഹസ്തങ്ങളിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി ഓടി രക്ഷപ്പെടുന്ന ആ ഒരു രംഗമാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അത് വളരെ വ്യക്തമായി, ഇത് അതിൻ്റെ താഴത്ത് വളരെ വ്യക്തമായിട്ട് സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ഡ്രഗ് എന്നൊക്കെ വളരെ ഇംഗ്ലീഷിൽ വളരെ മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ചിത്രീകരണം അത് ചെയ്തിട്ടുള്ള ശില്പി വളരെ മനോഹരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഒരു സിഗരറ്റിൻ്റെ പകുതി വലിച്ച അത് എല്ലാവരും നമ്മളൊക്കെ ഇത് പറയാറുണ്ട്, ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും ബോധവൽക്കരണം നടത്തുന്ന ആളുകൾ തന്നെയാണ്. മറ്റുള്ള ഒരാളെ കഴിക്കരുത്, വലിക്കരുത്, കുടിക്കരുത് എന്നൊക്കെ പറയാറുള്ളത് തന്നെയാണ്. പക്ഷെ അത് മറ്റുള്ള അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒരു സിറിഞ്ച്, വലിയൊരു കൂറ്റൻ സിറിഞ്ച് ഇങ്ങനെ ചെയ്തു വെച്ചേക്കാണ്. അതിൻ്റെ ഇപ്പുറത്ത് കേരള പോലീസിന് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് സൈഡാണ്. രണ്ട് കൈ നീട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കൈ നീട്ടി വെച്ചിട്ടുള്ള പോലെ അത് കാണാനുണ്ട് നമുക്ക്. അത് കുട്ടിയെ കൈകളിലേക്ക് രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള കൈകളാണ് അത്. ആ കുട്ടി അതിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. അതായത് ആ സിറിഞ്ചാണ് നമ്മൾ പുസ്തകത്തിൻ്റെ ഉള്ളിൽ കൂടി കാണുന്നത്. ആ സിറിഞ്ചാണ്. ആ സിറിഞ്ച് അതുപോലെ തന്നെ മുകളിൽ ആ ഒരു ശില്പം, ആ ഒരു പല്ലും ഒക്കെ വെച്ചിട്ട് ഒരു നമ്മളെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ശില്പം. അതിൽ നിന്നും ഓടി നൽകുന്ന ഒരു സ്കൂൾ കുട്ടി, ആ സ്കൂൾ ബാഗൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആ കേരള പോലീസ് അവരെ പിടിക്കുകയാണ് അതിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള. അതായത് നിങ്ങൾ രക്ഷിക്കാം അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറയുന്ന ആ ഒരു ഒരു മഹത്വം ആ ഒരു ശില്പത്തിനുണ്ട്. അത് എന്നും നിലനിൽക്കും. അതുപോലെ തന്നെ ഇത് വെച്ചിട്ടുള്ള സ്ഥലം തന്നെ കുറച്ചൊരു തിരക്കുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ പലരും, ഞാനിപ്പോൾ ഇവിടെ വന്ന സമയത്ത് തന്നെ ഒരുപാട് ഫാമിലീസും അതുപോലെ തന്നെ ഒരുപാട് ടീമുകളൊക്കെ വന്നിട്ടിങ്ങനെ നമ്മൾ ഇതെടുക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ്. ഫോട്ടോസ് എടുക്കാനും വീഡിയോസും. ഇത് അപ്പുറത്തുള്ള കുളമാണ്, ആ ഒരു നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു കുളമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ വളരെ ഡോണ്ട് റൺ വിത്ത് ഡ്രഗ്സ്. ഞാൻ കൂടുതൽ ഇംഗ്ലീഷ് പറയണില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കൂടുതൽ പരിജ്ഞാനമുള്ളവർ ചിലപ്പോൾ നമ്മളെ കളിയാക്കും.
അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇംഗ്ലീഷ് പറയുന്നില്ല. സംഗതി ഇതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുള്ളത് തന്നെയാണ്. ബസ്സുകൾ ആ സൈഡിൽ കൂടി ഈ സൈഡിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാനൊരു ചേട്ടനോട് പെട്രോൾ പമ്പത്തിൻ്റെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു രാത്രിയിൽ കാണാൻ ഇതിലും മനോഹരമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഒരു ദിവസം രാത്രിയിൽ അവിടേക്ക് എത്തുന്നതാണ് നിങ്ങളുടെ അടുത്തേക്ക്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമ്മൾ മുകളിൽ നിന്നുള്ള ആ ഒരു, അതായത് നമ്മൾ ഷെൽട്ടറിൻ്റെ മുകളിൽ കൂടിയുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ബസ്സുകൾ തിരിഞ്ഞു പോകുന്നു. അപ്പോൾ 2 ചേച്ചിമാർ, അതായത് 2 ലേഡീസ് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു അവിടുന്ന്. അവർ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഒരു, അതായത് അപ്പുറത്തെ ഷെൽട്ടറിൻ്റെ മുകളിൽ നിന്നും ഒരു ഫോട്ടോസ്, അവിടേക്ക് ഒരു വീഡിയോസ് എടുത്തത്. അപ്പോൾ എല്ലാവരും പോകുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം, ഒന്ന് കാണണം. നമ്മുടെ തൃശ്ശൂരിനാണ്, നമ്മുടെ തൃശ്ശൂരേക്കല്ല ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ ഡാവിജി സുരേഷ് ചെയ്തിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള ശില്പം ഒരുപാട് സമയമെടുത്ത് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് നിർമ്മിച്ചിട്ടുള്ളൊരു ശില്പമാണ്. അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മുടെ തൃശ്ശൂർ, നമ്മുടെ സ്വന്തം തൃശ്ശൂർ, നമ്മൾ പറയണത് ഇത് നമ്മുടെ തൃശ്ശൂരിൽ അത്രയ്ക്ക് വലിയ സംഭവം എന്ന് പറയാനൊന്നുമില്ലോ, ഇതെന്തൊക്കെ ചെയ്തിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്ന പോലെ നമുക്കവിടെ ചെല്ലുമ്പോൾ കാണാം. ഇത് സൈറ്റ് നമ്മൾ പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്. പോകുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇപ്പുറത്തെ സൈഡിലാണെന്ന് വിചാരിച്ചത്, പക്ഷെ അത് നമ്മൾ അങ്ങനെ ടൗണിൽ കയറി പോകുന്ന ആ സൈഡിലാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.